PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ചാനലിലൂടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ ലൈവ് സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. പിന്നെ നമ്മുടെ ടെലഗ്രാമിൽ എല്ലാവരും ജോയിൻ ചെയ്യുക കേട്ടോ. കാരണം നിങ്ങൾ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക് ഏതാണ് എന്നുള്ളത് നമ്മൾ ടെലഗ്രാമിലാണ് മെസ്സേജ് ചെയ്യുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെലഗ്രാമിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള ടോപ്പിക്കിൻ്റെ ക്ലാസ് പിറ്റേ ദിവസം കാലത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യും. ക്ലാസ് കണ്ട് നിങ്ങൾ നോട്ട്സ് തയ്യാറാക്കി പഠിക്കും. അതിനുശേഷം ആ ദിവസം തന്നെ രാത്രി 8 മണിക്ക് നമ്മൾ പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യങ്ങൾ, അതായത് PSC ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള പരീക്ഷകളിൽ ചോദിച്ചതും നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ സിലബസ് പ്രകാരം നടന്നിട്ടുള്ള പരീക്ഷകൾ, ഇപ്പോൾ 10th മെയിൻസ്, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് OAL, LDC പോലുള്ള പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ, ഇതെല്ലാം നമ്മൾ രാത്രി 8 മണിയുടെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ന്യൂ SCRT, കറണ്ട് അഫയേഴ്സ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഇതിൻ്റെ എല്ലാം ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെയും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്താലും നിങ്ങൾക്ക് നമ്മുടെ കൂടെ എത്താൻ വേണ്ടി പറ്റുന്നതാണ്. നല്ലൊരു റാങ്കിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. മാക്സിമം പേരിലോട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സജഷൻസ് ഒക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആസൂത്രണ കമ്മിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്ന വർഷമാണ് 1938. 1938 ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വരുന്നത്. 1938 ഹരിപുരയിൽ വച്ചുള്ള INC സമ്മേളനത്തിലാണ് ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നത്. 1938 ഹരിപുര INC ഹരിപുര സമ്മേളനത്തിൽ വച്ചാണ് ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വരുന്നത്. ഈ ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അധ്യക്ഷനാരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഈ ഒരു ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നതിൻ്റെ തുടർച്ചയായിട്ട് 1946 ഇടക്കാല ഗവൺമെന്റ് ഒരു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെയർമാൻ ആരായിരുന്നു? KC നിയോഗി ആയിരുന്നു. ഓക്കെ, അപ്പോൾ ദേശീയ ആസൂത്രണ കമ്മിറ്റി 1938 ഹരിപുര സമ്മേളനത്തിൽ വച്ച് നിലവിൽ വന്നു. അതിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. അതിൻ്റെ തുടർച്ചയായിട്ട് 1946 ഇടക്കാല ഗവൺമെന്റ് ഒരു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് രൂപീകരിച്ചു. അതിൻ്റെ ചെയർമാൻ ആരായിരുന്നു? KC നിയോഗി ആയിരുന്നു. അതിൻ്റെ ആദ്യത്തെ റിപ്പോർട്ട് സമർപ്പിച്ച കാലയളവ് ചോദിച്ചു കഴിഞ്ഞാൽ 1948-49 ആദ്യത്തെ റിപ്പോർട്ട് സമർപ്പിച്ചത് അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിൻ്റെ. ഓക്കെ, ഇനി ഈ ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധ്യക്ഷൻ നമ്മൾ പറഞ്ഞു നെഹ്റു ആണ്. നേതൃത്വം നൽകിയത് ആരാണ്? സുഭാഷ് ചന്ദ്ര ബോസ് ആണ്. നേതൃത്വം നൽകിയത് ആരാണ്? സുഭാഷ് ചന്ദ്ര ബോസ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? സുഭാഷ് ചന്ദ്ര ബോസ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ആസൂത്രണ കമ്മീഷനെ കുറിച്ചാണ്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. 1950 മാർച്ച് 15 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത്. ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? യോജനാ ഭവൻ ന്യൂഡൽഹിയിലാണ് ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം. ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? പ്രധാനമന്ത്രിയായിരുന്നു. മറ്റ് അംഗങ്ങൾ, അധ്യക്ഷൻ, പ്രധാനമന്ത്രി, മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണ്? ഒരു ഉപാധ്യക്ഷൻ ഉണ്ടായിരിക്കും.
കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങൾ ഉണ്ടായിരിക്കും. കേന്ദ്ര ക്യാബിനറ്റ് നിർദ്ദേശിക്കുന്ന കമ്മീഷൻ അംഗങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ ആസൂത്രണ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പദ്ധതികളുടെ തയ്യാറാക്കൽ, അതുപോലെ പദ്ധതികളുടെ തയ്യാറാക്കൽ, നടത്തിപ്പ് എന്നിവ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ തയ്യാറാക്കൽ. പദ്ധതികളുടെ തയ്യാറാക്കൽ, നടത്തിപ്പ് എന്നിവ സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കലാണ് ആസൂത്രണ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ. ഈ ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു മാതൃക ആശയം എന്ന് പറയുന്നത് നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15 ആസ്ഥാനം യോജനാ ഭവൻ, ന്യൂഡൽഹി. ആയിരുന്നു ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ. മറ്റംഗങ്ങൾ ആരൊക്കെയാണ്? ഒരു ഉപാധ്യക്ഷൻ ഉണ്ടായിരിക്കും. കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങൾ ഉണ്ടായിരിക്കും. ചുമതലകൾ എന്തൊക്കെയാണ്? പദ്ധതികളുടെ തയ്യാറാക്കൽ, നടത്തിപ്പ് എന്നിവ സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കുക. ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്ന മാതൃക നമ്മൾ കടമെടുത്തിരിക്കുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് എന്നുള്ളതും ഓർത്തിരിക്കുക. ഇനി ഈ ആസൂത്രണ കമ്മീഷൻ അവരുടെ പദ്ധതികളെല്ലാം വിഭാവനം ചെയ്യുന്നത് എന്തിലൂടെയാണ്? പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ് ആസൂത്രണ കമ്മീഷൻ അവരുടെ പദ്ധതികളെല്ലാം വിഭാവനം ചെയ്തിരുന്നത്. ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഉപദേശക സമിതിയാണ്, അഡ്വൈസറി ബോർഡാണ്. ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഉപദേശക സമിതിയാണ്. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ നിലവിൽ വന്നത്, ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15 നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1965 PS റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഈ പറയുന്ന ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ നിലവിൽ വന്നത് 1965 നാഷണൽ പ്ലാനിംഗ് കൗൺസിലിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. നാഷണൽ പ്ലാനിംഗ് കൗൺസിലിന്റെ അല്ല, ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനായിരുന്നു ആര്? നെഹ്റു. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനായിരുന്നു നെഹ്റു. ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദയായിരുന്നു. അപ്പൊ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് നെഹ്റു ആണ്. ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ഗുൽസാരിലാൽ നന്ദയാണ്. അവസാന അധ്യക്ഷൻ, ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ അധ്യക്ഷൻ ആരായിരുന്നു? നരേന്ദ്ര മോദി ആയിരുന്നു. ഇനി മറ്റ് അംഗങ്ങൾ, ആസൂത്രണ കമ്മീഷനിലെ ആദ്യത്തെ അധ്യക്ഷൻ നെഹ്റു, ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയാണെന്ന് പറഞ്ഞു. മറ്റംഗങ്ങൾ ആരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ C.D. ദേശ്മുഖ്, V.T. കൃഷ്ണമാചാര്യ, അതുപോലെ G.L. മേത്ത, R.K. പട്ടീൽ എന്നിവരായിരുന്നു മറ്റ് അംഗങ്ങൾ. ആസൂത്രണ കമ്മീഷനിൽ അംഗമായിട്ടുള്ള മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണ്? C.D. ദേശ്മുഖ്, V.T. കൃഷ്ണമാചാര്യ, G.L. മേത്ത, R.K. പട്ടീൽ എന്നിവരാണ്. ആദ്യത്തെ അധ്യക്ഷനായിരുന്നത് നെഹ്റു, ആദ്യത്തെ ഉപാധ്യക്ഷനായിരുന്നത് ഗുൽസാരിലാൽ നന്ദ, അവസാനത്തെ അധ്യക്ഷനായിരുന്നത് നരേന്ദ്ര മോദി എന്നിവരാണ്. അവസാന ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊണ്ടേക് സിംഗ് അലുവാലിയ ആണ്.
അലുവാലിയയാണ് അവസാന ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? മൊണ്ടേക് സിംഗ് അലുവാലിയ. ഇനി ആസൂത്രണ കമ്മീഷൻ അറിയപ്പെടുന്ന ചില പേരുകളുണ്ട്. സമാന്തര ക്യാബിനറ്റ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ആസൂത്രണ കമ്മീഷൻ അറിയപ്പെടുന്ന പേരുകളാണ് സമാന്തര ക്യാബിനറ്റ് എന്നറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷനാണ്. സൂപ്പർ ക്യാബിനറ്റ് എന്നറിയപ്പെടുന്നുണ്ട്. സാമ്പത്തിക ക്യാബിനറ്റ് എന്നറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷനാണ്. ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷനാണ്. ഓക്കെ, അപ്പൊ സമാന്തര ക്യാബിനറ്റ്, സൂപ്പർ ക്യാബിനറ്റ്, സാമ്പത്തിക ക്യാബിനറ്റ്, ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷനാണ്. ആസൂത്രണ കമ്മീഷൻ ആദ്യമായിട്ട് നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2001 ആസൂത്രണ കമ്മീഷൻ ആദ്യമായിട്ട് നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് എന്നാണ്? 2001 എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം ഇത്രയും പോയിന്റ്സ് നമ്മൾ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അടുത്തത് കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1967 നിലവിൽ വരുന്നത്. ഓക്കെ, ഇപ്പൊ കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1967 അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രിയായിരുന്നു. ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് EMS ആണ്. ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? EMS ആയിരുന്നു. ആദ്യത്തെ ഉപാധ്യക്ഷൻ ആയിരുന്നു MK ഹമീദ്. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? ആദ്യത്തെ അധ്യക്ഷനായ മുഖ്യമന്ത്രി ആരാണ്? EMS ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? MK ഹമീദ് ആയിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1967. അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? EMS ആയിരുന്നു. ആദ്യത്തെ ഉപാധ്യക്ഷൻ MK ഹമീദ് ആയിരുന്നു. ഇനി നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, ദേശീയ വികസന സമിതി എന്നുള്ളതാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, NDC. ഓക്കെ, അപ്പോൾ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ നിലവിൽ വന്നത് അല്ലെങ്കിൽ സ്ഥാപിച്ചത് എപ്പോഴാണ്? 1952 ഓഗസ്റ്റ് 6 രൂപീകരിക്കുന്നത്. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ രൂപീകരിച്ച വർഷം 1952 ഓഗസ്റ്റ് 6 ഇതൊരു ഉപദേശക സമിതിയാണ്, ഒരു അഡ്വൈസറി ബോർഡാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന് പറയുന്നത്. പഞ്ചവത്സര പദ്ധതികൾക്ക് 5 ഇയർ പ്ലാൻസിന് അന്തിമ അനുമതി നൽകുക എന്ന് പറയുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്നത് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ്, ദേശീയ വികസന സമിതിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ദേശീയ വികസന സമിതിയുടെ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ വിധാൻ ഭവനാണ് ആസ്ഥാനം. ചെയർമാൻ ആരായിരുന്നു? നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയായിരുന്നു നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ചെയർമാൻ. ആദ്യം ചെയർമാനായ വ്യക്തി ആരാണ്? നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ് ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ 1952 ഓഗസ്റ്റ് 6 നിലവിൽ വന്നു. അതൊരു ഉപദേശക സമിതിയാണ്. പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്നത് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ്. ആസ്ഥാനം ന്യൂഡൽഹി അല്ലെങ്കിൽ ന്യൂഡൽഹിയിലെ വിധാൻ ഭവൻ. ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. ആദ്യ ചെയർമാനായത് ആരാണ്? നെഹ്റു ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക.
നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് 1952 നവംബർ 8 മുതൽ 9 ദിവസങ്ങളിലായിട്ടാണ് ആദ്യത്തെ സമ്മേളനം നടന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ചെയർമാൻ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു, പ്രധാനമന്ത്രി ഉണ്ടായിരിക്കും. മറ്റ് അംഗങ്ങൾ എന്ന് പറയുന്നത് കേന്ദ്ര മന്ത്രിമാർ ഉണ്ടായിരിക്കും. സംസ്ഥാന മുഖ്യമന്ത്രിമാർ ഉണ്ടായിരിക്കും. കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടായിരിക്കും. കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ പ്ലാനിംഗ് കമ്മീഷൻ അംഗങ്ങൾ ഉണ്ടായിരിക്കും. പ്ലാനിംഗ് കമ്മീഷൻ അംഗങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും ചേർന്നതാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. ആരൊക്കെയാണ്? അധ്യക്ഷനായ പ്രധാനമന്ത്രി ഉണ്ടായിരിക്കും, കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന മുഖ്യമന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, പ്ലാനിംഗ് കമ്മീഷൻ അംഗങ്ങൾ എന്നിവരടങ്ങുന്നതാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന് പറയുന്നത്. ഈ ഒരു നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ പുനഃസംഘടിപ്പിച്ച വർഷമാണ് 1967 ഒക്ടോബർ 7. 1967 ഒക്ടോബർ 7 നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ പുനഃസംഘടിപ്പിച്ചു. ഈ പുനഃസംഘടിപ്പിച്ച കൗൺസിലാണ് വികസന കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നത്. ആരാണ്? 1967 ഒക്ടോബർ 7 പുനഃസംഘടിപ്പിച്ച ഈ ഒരു കൗൺസിലാണ് വികസന കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലുമായി ബന്ധപ്പെടുത്തി അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ നോക്കുന്നത് നീതി ആയോഗിനെ കുറിച്ചാണ്. അപ്പോൾ നീതി ആയോഗ് എന്ന് പറയുന്നത് ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന ഭരണ സംവിധാനമാണ്. ആസൂത്രണത്തിന് വേണ്ടിയിട്ട് പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്നതാണ് എന്ത്? നീതി ആയോഗ് എന്ന് പറയുന്നത്. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1 PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. ആരുടെ ശുപാർശ പ്രകാരമാണ്? ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ഓഫീസ് ഡയറക്ടർ ജനറൽ അജയ് ചിബ്ബറിന്റെ നിർദ്ദേശപ്രകാരമാണ്. അജയ് ചിബ്ബർ. ഓക്കെ, ആരാണ് അജയ് ചിബ്ബർ? ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ഓഫീസ് ഡയറക്ടർ ജനറൽ. ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ഓഫീസ് ഡയറക്ടർ ജനറൽ അജയ് ചിബ്ബറിന്റെ ശുപാർശ പ്രകാരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത് എന്നോർക്കുക. നീതി ആയോഗ് നിലവിൽ വന്ന വർഷം 2015 ജനുവരി 1. നീതി ആയോഗിന്റെ ഫുൾ ഫോം എപ്പോഴും ചോദിക്കുന്നതാണ്. പൂർണ്ണ രൂപം എന്താണ്? നീതി ആയോഗ് എന്നല്ലേ പറയുന്നത്? നീതി ആയോഗ് എന്നാണ് നമ്മൾ പറയുന്നത്. നീതി ആയോഗിന്റെ ഫുൾ ഫോം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് കേട്ടോ. ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നുള്ളതാണ് നീതി ആയോഗ് എന്നുള്ളതിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. ഇതും ഒരു ഉപദേശക സമിതിയാണ്, ഒരു അഡ്വൈസറി ബോർഡാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നീതി ആയോഗിൻ്റെ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, പൂർണ്ണ രൂപം ആരുടെ നിർദ്ദേശപ്രകാരമാണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അധ്യക്ഷൻ? നീതി ആയോഗിന്റെ അധ്യക്ഷനും ആര് തന്നെയാണ്? പ്രധാനമന്ത്രി തന്നെയാണ് അധ്യക്ഷനായിട്ട് വരുന്നത്. പിന്നെ പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുണ്ട്. ബാക്കിയുള്ള അംഗങ്ങൾ ആരൊക്കെയാണ്? എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ ഉണ്ടായിരിക്കും. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരെല്ലാം ചേർന്നതാണ്
നീതി ആയോഗ്. പ്രധാനമന്ത്രി ഉണ്ടായിരിക്കും, എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുണ്ടായിരിക്കും, കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും കൂടെ ചേർന്നൊരു ഉപദേശക സമിതിയാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നത് നീതി ആയോഗാണ്. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് നീതി ആയോഗാണ്. ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നത് നീതി ആയോഗാണ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നറിയപ്പെടുന്നതും ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നതും നീതി ആയോഗാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ, ഒന്ന്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള കുറേയധികം പരീക്ഷകളിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത് എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നോട്ട് ചെയ്ത് വെച്ചേക്കുക. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ: ഒന്ന്, വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. എന്താണ്? വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം എന്ത് ചെയ്യുക? കുറയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. രണ്ടാമത്തെ ലക്ഷ്യം, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. മൂന്നാമത്തെ ലക്ഷ്യം, കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. നാലാമത്തെ ലക്ഷ്യം, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. അതുപോലെ അഞ്ചാമത്തെ ലക്ഷ്യമാണ്, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആറാമത്തെ ലക്ഷ്യം, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടുക. ഏഴാമത്തെ ലക്ഷ്യമാണ് സഹകരണ ഫെഡറലിസം ഉറപ്പാക്കുക. എട്ടാമത്തെ ലക്ഷ്യം, ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക, കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടുക, സഹകരണ ഫെഡറലിസം ഉറപ്പാക്കുക, ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ഇത്രയുമാണ് ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ആദ്യത്തെ അധ്യക്ഷൻ, നീതി ആയോഗിന്റെ ആദ്യത്തെ അധ്യക്ഷൻ, പ്രഥമ അധ്യക്ഷനും നിലവിലെ അധ്യക്ഷൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് തന്നെയാണ്? നരേന്ദ്രമോദി തന്നെയാണ്. നരേന്ദ്രമോദിയാണ് നീതി ആയോഗിന്റെ ആദ്യത്തെ അധ്യക്ഷനും നിലവിലെ അധ്യക്ഷനും എന്നത് ഓർത്തിരിക്കുക. ഇനി ഉപാധ്യക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു.
ഉപാധ്യക്ഷന്റെ പദവി എന്ന് പറയുന്നത് ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിക്ക് തുല്യമാണ് എന്നത് ഓർത്തിരിക്കുക. ഉപാധ്യക്ഷന്റെ പദവി ആരുടെ പദവിക്ക് തുല്യമാണ്? ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിക്ക് തുല്യമാണ് ഒരു ഉപാധ്യക്ഷന്റെ പദവി എന്ന് പറയുന്നത്. പ്രഥമ ഉപാധ്യക്ഷൻ ആരാണ്? നീതി ആയോഗിന്റെ PSC സ്ഥിരം ചോദിക്കുന്നതാണ്. നീതി ആയോഗിന്റെ പ്രഥമ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് അരവിന്ദ് പനഗരിയായിരുന്നു നീതി ആയോഗിന്റെ പ്രഥമ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിലവിലെയും ആദ്യത്തെയും അധ്യക്ഷൻ മോദിയാണ്. ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗരിയാണ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, അത് ഓർത്തിരിക്കുക. ആദ്യത്തെ ഉപാധ്യക്ഷനായ നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനായ അരവിന്ദ് പനഗരിയയുടെ ബുക്കാണ് ഇന്ത്യ ദ എമർജിംഗ് ജയന്റ്. എന്താണ് പുസ്തകത്തിന്റെ പേര്? ഇന്ത്യ ദ എമർജിംഗ് ജയന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനായ അരവിന്ദ് പനഗരിയുടെ പുസ്തകം ഏതാണ്? ഇന്ത്യ ദ എമർജിംഗ് ജയന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? രാജീവ് കുമാർ. രണ്ടാമത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? രാജീവ് കുമാർ. നിലവിലെ ഉപാധ്യക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്, സുമൻ ബേറിയാണ്. സുമൻ ബേറിയാണ് നിലവിലെ ഉപാധ്യക്ഷൻ എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി പ്രഥമ CEO, ആദ്യത്തെ നീതി ആയോഗിന്റെ ആദ്യത്തെ CEO ആരായിരുന്നു? സിന്ധു ശ്രീ ഖുള്ളർ ആയിരുന്നു. സിന്ധു ശ്രീ ഖുള്ളർ ആയിരുന്നു ആദ്യത്തെ CEO. നീതി ആയോഗിന്റെ ആദ്യത്തെ CEO സിന്ധു ശ്രീ ഖുള്ളർ ആണ്. ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ മെമ്പർ സെക്രട്ടറി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ മെമ്പർ സെക്രട്ടറി കൂടിയായിരുന്നു ആര്? സിന്ധു ശ്രീ ഖുള്ളർ തന്നെയാണ് അവസാനത്തെ മെമ്പർ സെക്രട്ടറി. ഇനി നിലവിലെ CEO ആരാണ്? നിലവിലെ CEO എന്ന് പറയുന്നത് BVR സുബ്രഹ്മണ്യം ആണ്. നിലവിലെ CEO, നീതി ആയോഗിന്റെ CEO. ഓക്കെ, അപ്പോൾ ഇത്രയും ഓർത്തിരിക്കുക കേട്ടോ. നിലവിലെ CEO ഓർത്തിരിക്കുക, നിലവിലെ ഉപാധ്യക്ഷൻ ഓർത്തിരിക്കുക, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഭരണസമിതിയിലെ അംഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നീതി ആയോഗിന്റെ ഭരണസമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ ഉണ്ടായിരിക്കും. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ ഉണ്ടായിരിക്കും. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ ഉണ്ടായിരിക്കും. പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഒരു ഉപാധ്യക്ഷൻ ഉണ്ടായിരിക്കും. പിന്നെ സ്ഥിരം അംഗങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ അടുത്തതായിട്ട് എക്സ് ഓഫീഷ്യോ അംഗങ്ങൾ. ഇപ്പോൾ നിലവിൽ 4 എക്സ് ഓഫീഷ്യോ അംഗങ്ങളാണ് ഉള്ളത്. 4 എക്സ് ഓഫീഷ്യോ അംഗങ്ങളുണ്ട്. അതായത് അനൗദ്യോഗിക അംഗങ്ങൾ 4 പേരുണ്ട്. സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ടായിരിക്കും. പിന്നെ അടുത്തത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO ഉണ്ടായിരിക്കും. ഇവരെല്ലാം അടങ്ങുന്നതാണ് ഭരണസമിതി എന്ന് പറയുന്നത്. അപ്പോൾ ഭരണസമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ, പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷൻ, അതുപോലെ സ്ഥിരം അംഗങ്ങൾ ഉണ്ടായിരിക്കും. 4 ഇപ്പോൾ നിലവിൽ 4 എക്സ് ഓഫീഷ്യോ അംഗങ്ങളാണ് ഉള്ളത്, അനൗദ്യോഗിക അംഗങ്ങളാണുള്ളത്. സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ട്. CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ സ്ഥിരം അംഗങ്ങളുണ്ട് എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ആരൊക്കെയാണ് ഈ മുഴുവൻ സമയ അംഗങ്ങൾ അല്ലെങ്കിൽ സ്ഥിരാംഗങ്ങൾ എന്ന് പറയുന്നത്? VK സാരസ്വത്, രമേശ് ചന്ദ്, ഡോക്ടർ VK പോൾ
ഡോക്ടർ വി കെ പോൾ, വി കെ സാരസ്വത്, രമേശ് ചന്ദ്, ഡോക്ടർ വി കെ പോൾ. രണ്ടിടത്തും വി കെ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ വി കെ സാരസ്വത്, വി കെ പോൾ, രമേശ് ചന്ദ്, ഇവർ മൂന്ന് പേരും, രമേശ് ചന്ദ്, ഇവർ മൂന്ന് പേരുമാണ് സ്ഥിരം അംഗങ്ങൾ അല്ലെങ്കിൽ മുഴുവൻ സമയ അംഗങ്ങൾ എന്ന് പറയുന്നത്. മുഴുവൻ സമയ അംഗങ്ങൾ എന്ന് പറയുന്നത്. നിലവിലെ എക്സ് ഓഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെയാണ്? നിലവിലെ എക്സ് ഓഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് രാജ്നാഥ് സിംഗ്, രാജ്നാഥ് സിംഗ്, അമിത് ഷാ, നിർമ്മല സീതാരാമൻ, നരേന്ദ്ര സിംഗ് തോമർ എന്നിവരാണ് നിലവിലെ എക്സ് ഓഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത്. രാജ്നാഥ് സിംഗ്, അമിത് ഷാ, നിർമ്മല സീതാരാമൻ, നരേന്ദ്ര സിംഗ് തോമർ എന്നിവരാണ് എക്സ് ഓഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അതായത് എന്താ, പ്രത്യേക ക്ഷണിതാക്കൾ എന്ന് മലയാളത്തിൽ പറയും. സ്പെഷ്യൽ ഇൻവൈറ്റീസ്, പ്രത്യേക ക്ഷണിതാക്കൾ. അതിലാരൊക്കെയാണുള്ളത്? നിതിൻ ഗഡ്കരി ഉണ്ട്, പീയൂഷ് ഗോയൽ ഉണ്ട്, ദെൻ ഇന്ദർജിത്ത് സിംഗ് ഉണ്ട്, വീരേന്ദ്ര കുമാർ, അശ്വിനി വൈഷ്ണവ് ഇവരെല്ലാമാണ് ഇപ്പോഴത്തെ നിലവിലുള്ള സ്പെഷ്യൽ ഇൻവൈറ്റീസ്. നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ, ഇന്ദർജിത്ത് സിംഗ്, വീരേന്ദ്ര കുമാർ, അശ്വിനി വൈഷ്ണവ് എന്നിവരാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർത്തിരിക്കുക. ഇനി അടുത്തത് നീതി ആയോഗിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി പോവാണ്. അതിനു മുന്നേ ഈ താൽക്കാലിക അംഗങ്ങൾ എന്ന് പറഞ്ഞില്ലേ, താൽക്കാലികമായിട്ടുള്ള അംഗങ്ങൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഏതെങ്കിലുമൊക്കെ സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും ഉള്ളവരായിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ അനൗദ്യോഗിക അംഗങ്ങൾ, എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നിയമിക്കുന്ന കേന്ദ്രമന്ത്രിമാരായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഈ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നിയമിക്കുന്ന കേന്ദ്രമന്ത്രിമാരാണ്. രാജ്നാഥ് സിംഗ്, അമിത് ഷാ, നിർമ്മല സീതാരാമൻ, നരേന്ദ്ര സിംഗ് തോമർ, ഇവരെല്ലാവരും കേന്ദ്രമന്ത്രിമാരാണ്. അപ്പോൾ പ്രധാനമന്ത്രി നിയമിക്കുന്ന കേന്ദ്രമന്ത്രിമാരാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് ഉണ്ടാവുക എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, CEO ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ CEO, ഇപ്പോഴത്തെ നിലവിലെ CEO ആരാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, BVR സുബ്രഹ്മണ്യമാണ്. അപ്പോൾ CEOനെ നിയമിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. അതും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. ഇനി നീതി ആയോഗിൻ്റെ പ്രവർത്തനങ്ങൾ. നീതി ആയോഗിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും 4ആയിട്ട് തിരിക്കാം. പ്രധാനമായിട്ടും 4 തലങ്ങളായിട്ടാണ് തിരിക്കാനായിട്ട് പറ്റുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. നീതി ആയോഗിൻ്റെ പ്രവർത്തനങ്ങളെ 4 തലങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന്, നയവും പ്രോഗ്രാം ഫ്രെയിംവർക്കും. എന്താണ്? നയവും പ്രോഗ്രാം ഫ്രെയിംവർക്കും. 4 തലങ്ങളായിട്ട് നമുക്ക് നീതി ആയോഗിൻ്റെ പ്രവർത്തനങ്ങളെ തിരിക്കാം. നയവും പ്രോഗ്രാം ഫ്രെയിംവർക്കും. 2, കോർപ്പറേറ്റീവ് ഫെഡറലിസം. 3, നിരീക്ഷണവും വിലയിരുത്തലും. 4, തിങ്ക് ടാങ്ക് നോളേജ് ആൻഡ് ഇന്നോവേഷൻ ഹബ്ബ്. എന്താണ്? തിങ്ക് ടാങ്ക് നോളേജ് ആൻഡ് ഇന്നോവേഷൻ ഹബ്ബ്. ഇങ്ങനെ 4 തലങ്ങളായിട്ടാണ് നീതി ആയോഗിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും തിരിക്കുന്നത്. നയവും പ്രോഗ്രാം ഫ്രെയിംവർക്കും, കോർപ്പറേറ്റീവ് ഫെഡറലിസം, നിരീക്ഷണവും വിലയിരുത്തലും, തിങ്ക് ടാങ്ക് നോളേജ് ആൻഡ് ഇന്നോവേഷൻ ഹബ്ബ്. ഇതാണ് നീതി ആയോഗിൻ്റെ പ്രവർത്തനങ്ങളെ നമുക്ക് 4 തലങ്ങളായിട്ട് തിരിക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഇനി നീതി ആയോഗിൽ ലഫ്റ്റനന്റ് ഗവർണർക്ക് പകരം മുഖ്യമന്ത്രി അംഗമായിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. നീതി ആയോഗിൽ ലഫ്റ്റനന്റ് ഗവർണർക്ക് പകരം മുഖ്യമന്ത്രി അംഗമായ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്
ഡൽഹി, അതുപോലെ തന്നെ പുതുച്ചേരി. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നീതി ആയോഗിലെ ലഫ്റ്റനന്റ് ഗവർണർക്ക് പകരം മുഖ്യമന്ത്രി അംഗമായ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഡൽഹിയും പുതുച്ചേരിയുമാണ്. നീതി ആയോഗിന്റെ കീഴിൽ സ്ഥാപിതമായ സ്വയം ഭരണാധികാര സ്ഥാപനം ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ എക്കണോമിക്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, NILERD, നിലേഡ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ എക്കണോമിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ എക്കണോമിക്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ് നീതി ആയോഗിന്റെ കീഴിൽ സ്ഥാപിതമായ സ്വയം ഭരണാധികാര സ്ഥാപനമാണ് കേട്ടോ. സ്വയം ഭരണാധികാര സ്ഥാപനമാണ് എന്നത് ഓർത്തിരിക്കുക. നീതി ആയോഗിന്റെ അറ്റാച്ച്ഡ് ഓഫീസ് എന്ന് പറയുന്നത് ഏതാണ്? ഡെവലപ്മെന്റ് മോണിറ്ററിംഗ് ഇവാലുവേഷൻ ഓഫീസ് ആണ് കേട്ടോ. DMEO ആണ് നീതി ആയോഗിന്റെ അറ്റാച്ച്ഡ് ഓഫീസ് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് മോണിറ്ററിംഗ് ഇവാലുവേഷൻ ഓഫീസ്. ഡെവലപ്മെന്റ് മോണിറ്ററിംഗ് ഇവാലുവേഷൻ ഓഫീസാണ്. അത് വന്നത് 2015 നിലവിൽ വന്നത് അല്ലെങ്കിൽ സ്ഥാപിതമായത് എന്നുള്ളത് ഓർത്തിരിക്കുക. നീതി ആയോഗിന്റെ അറ്റാച്ച്ഡ് ഓഫീസാണ് ഡെവലപ്മെന്റ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ഓഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനം നടന്നത് എപ്പോഴാണ്? നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനം നടന്നത് 2015 ഫെബ്രുവരിയിലാണ്. ആദ്യത്തെ സമ്മേളനം നടന്നത് കേട്ടോ. നീതി ആയോഗിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് 2015 ഫെബ്രുവരിയിലാണ്. അതിന്റെ പേരെന്തുവായിരുന്നു? ടീം ഇന്ത്യ എന്നായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യ സമ്മേളനത്തിന്റെ പേരാണ് ടീം ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? നരേന്ദ്ര മോദി ആയിരുന്നു അധ്യക്ഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ സമ്മേളനത്തിൻ്റെ. 2022-23 ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച ഒരു സംരംഭമാണ് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. എന്താണ്? സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75 എന്ന് പറയുന്നത് എന്താണ്? 2022-23 കൂടിയിട്ട് ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച ഒരു സംരംഭമാണ് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75 എന്ന് പറയുന്നത്. 2021 നീതി ആയോഗ് ഹെൽത്തി സ്റ്റേറ്റ്സ് പ്രോഗ്രസീവ് ഇന്ത്യ റിപ്പോർട്ടിൽ വലിയ സംസ്ഥാനങ്ങളുടെ വിഭാഗത്തിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ് എന്നത് ഓർത്തിരിക്കുക. 2021 നീതി ആയോഗ് ഹെൽത്തി സ്റ്റേറ്റ്സ് പ്രോഗ്രസീവ് ഇന്ത്യ റിപ്പോർട്ടിൽ വലിയ സംസ്ഥാനങ്ങളുടെ വിഭാഗത്തിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. സുസ്ഥിര വികസന സൂചിക 2020-21 1-ാം സ്ഥാനം നേടിയതും നമ്മുടെ കേരളമാണ്. സുസ്ഥിര വികസന സൂചിക 2020-21 1-ാം സ്ഥാനം നേടിയതും നമ്മുടെ കേരളമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നീതി ആയോഗിൻ്റെയും ആസൂത്രണ കമ്മീഷൻ്റെയും ഘടന തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ നീതി ആയോഗ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ആസൂത്രണ കമ്മീഷൻ ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് ഘടനയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ ആദ്യം നീതി ആയോഗിലെ ആണെങ്കിലും ആസൂത്രണ കമ്മീഷൻ്റെ ആണെങ്കിലും ഘടനയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അധ്യക്ഷൻ നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രി തന്നെയാണ്. ഇനി ഭരണസമിതി എന്ന് പറയുന്നത് നീതി ആയോഗിൻ്റെ ഭരണസമിതി നമ്മളിപ്പോൾ പഠിച്ചു. ആരാണ്? ഗവേണിംഗ് കൗൺസിലാണ് കേട്ടോ. ഗവേണിംഗ് കൗൺസിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. നീതി ആയോഗിൻ്റെ ഭരണസമിതി ഗവേണിംഗ് കൗൺസിൽ എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ ആരൊക്കെ ഉണ്ടായിരിക്കും? പ്രധാനമന്ത്രി ഉണ്ടായിരിക്കും, മുഖ്യമന്ത്രി ഉണ്ടായിരിക്കും, ലഫ്റ്റനന്റ് ഗവർണർമാർ ഉണ്ടായിരിക്കും അല്ലേ? ലഫ്റ്റനന്റ് ഗവർണർമാർ ഉണ്ടായിരിക്കും, പ്രത്യേക ക്ഷണിതാക്കൾ അതായത് സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ടായിരിക്കും. ഇവരെല്ലാം ചേരുന്നതാണ് എന്ത്? ഭരണസമിതി, നീതി ആയോഗിൻ്റെ ഭരണസമിതി. എന്നാൽ ആസൂത്രണ കമ്മീഷൻ്റെ ഭരണസമിതി എന്ന് പറയുന്നത് ഏതാണ്? നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ്. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ. അപ്പോൾ അതിൽ ആരൊക്കെ ഉണ്ടായിരിക്കും? പ്രധാനമന്ത്രി ഉണ്ടായിരിക്കും,
കേന്ദ്ര മന്ത്രിസഭ ഉണ്ടായിരിക്കും, മുഖ്യമന്ത്രിമാർ ഉണ്ടായിരിക്കും, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പ്രതിനിധികൾ ഉണ്ടായിരിക്കും, പ്ലാനിംഗ് കമ്മീഷൻ അംഗങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുന്നതാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. അതാണ് ആസൂത്രണ കമ്മീഷന്റെ ഭരണസമിതി. നീതി ആയോഗിന്റെ ഭരണസമിതി ചോദിച്ചു കഴിഞ്ഞാൽ ഗവേണിംഗ് കൗൺസിലാണ്. ഓക്കെ ആണല്ലോ. ഇനി ഉപാധ്യക്ഷനെ നിയമിക്കുന്നത് ആരാണ് എന്നുള്ളത്. അത് നീതി ആയോഗിൽ ഉപാധ്യക്ഷനെ നിയമിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൽ ഉപാധ്യക്ഷനെ നിയമിക്കുന്നത്. എന്നാൽ ആസൂത്രണ കമ്മീഷനിൽ ഉപാധ്യക്ഷനെ നിയമിക്കുന്ന ആരാണ്? ക്യാബിനറ്റ്. ആസൂത്രണ കമ്മീഷനിൽ ഉപാധ്യക്ഷനെ നിയമിക്കുന്നത് ക്യാബിനറ്റ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ, അനൗദ്യോഗിക അംഗങ്ങൾ എന്ന് പറയുന്നത് നീതി ആയോഗിൽ ആരായിരുന്നു? കേന്ദ്ര മന്ത്രിസഭയിലുള്ളവരാണ് അല്ലെ? കേന്ദ്ര മന്ത്രിസഭയിലുള്ളവരാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. എന്നാൽ ആസൂത്രണ കമ്മീഷനിലോ ആസൂത്രണ മന്ത്രിയാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങളിൽ വരിക. ആസൂത്രണ മന്ത്രിയാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങളിൽ വരുന്നത്. ഇനി ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നീതി ആയോഗിന്റെ കേസിൽ ആരാണ്? CEO ആണ്. ഇവിടെയാണെങ്കിലോ ആസൂത്രണ കമ്മീഷനിലാണെങ്കിൽ ആസൂത്രണ സെക്രട്ടറിയാണ്. ആസൂത്രണ സെക്രട്ടറിയാണ് ഓഫീസ് മാനേജ്മെന്റിൽ വരുന്നത്. നീതി ആയോഗിന്റെ കേസിലാണെങ്കിൽ CEO ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഘടനയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. നീതി ആയോഗും ആസൂത്രണ കമ്മീഷനും തമ്മിലുള്ള വ്യത്യാസം. ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആസൂത്രണ കമ്മീഷനിലും നീതി ആയോഗിലും സെയിം ആണ്, പ്രധാനമന്ത്രി തന്നെയാണ്. ഭരണസമിതി ഘടനയിൽ വ്യത്യാസം. നീതി ആയോഗിൽ ആരാണ്? ഗവേണിംഗ് കൗൺസിലാണ്. ആസൂത്രണ കമ്മീഷനിലാകുമ്പോൾ NDC ആണ്, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ്. ഇവിടെ ഉപാധ്യക്ഷനെ നിയമിക്കുന്നത് നീതി ആയോഗിൽ പ്രധാനമന്ത്രിയാണ്, ആസൂത്രണ കമ്മീഷനിൽ ക്യാബിനറ്റ് ആണ്. എക്സ് ഒഫീഷ്യോ അനൌദ്യോഗിക അംഗങ്ങൾ എന്ന് പറയുന്നത് നീതി ആയോഗിൽ കേന്ദ്രമന്ത്രിസഭയിലുള്ള മന്ത്രിമാരാണ്, ആസൂത്രണ കമ്മീഷനിലാണെങ്കിൽ ആസൂത്രണ മന്ത്രിമാരാണ്. ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നീതി ആയോഗിൽ CEO ആണ്, ആസൂത്രണ കമ്മീഷനിലാണെങ്കിൽ ആസൂത്രണ സെക്രട്ടറിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നീതി ആയോഗും അതുപോലെ ആസൂത്രണ കമ്മീഷനുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ എന്താണ്? പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്നത് കേന്ദ്രീകൃതവും സമഗ്രവുമായ ദേശീയ സാമ്പത്തിക പരിപാടികൾ, അതിനെയാണ് പഞ്ചവത്സര പദ്ധതികൾ എന്ന് അറിയപ്പെടുന്നത്. കേന്ദ്രീകൃതവും സമഗ്രവുമായ ദേശീയ സാമ്പത്തിക പരിപാടികളെയാണ് പഞ്ചവത്സര പദ്ധതികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് എന്നാണ്? ആരംഭിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1951 പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുന്നത്. പഞ്ചവത്സര പദ്ധതികളുടെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. പഞ്ചവത്സര പദ്ധതികളുടെ ഉപജ്ഞാതാവ് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇനി എന്താണ് പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യം? എന്താണ്? 5 വർഷക്കാലത്തെ, പഞ്ചവത്സരം എന്ന് പറയുമ്പോൾ 5 വർഷം, 5 വർഷക്കാലത്തെ ആസൂത്രിതവും സംഘടിതവും ആയതും സാമ്പത്തിക അഭിവൃദ്ധിക്കും സാമൂഹ്യ വികസനത്തിനും സഹായകമാകുന്ന ദേശീയ പദ്ധതികൾ വിഭാവനം ചെയ്യുക എന്നതാണ് പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യം. എന്താണ് ലക്ഷ്യം? 5 വർഷക്കാലത്തെ ആസൂത്രിതവും സംഘടിതവും ആയതും സാമ്പത്തിക അഭിവൃദ്ധിക്കും സാമൂഹ്യ വികസനത്തിനും സഹായകമാകുന്ന ദേശീയ പദ്ധതികൾ വിഭാവനം ചെയ്യുക എന്നതാണ് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ പഞ്ചവത്സര പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും ആസൂത്രണ കമ്മീഷനാണ്. പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കുന്നതും രൂപവൽക്കരണം ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും ആരാണ്? ആസൂത്രണ കമ്മീഷനാണ് എന്നത് ഓർത്തിരിക്കുക. പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്, 1 സാമ്പത്തിക വളർച്ച. SCERTയിൽ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. സാമ്പത്തിക വളർച്ച, അതുപോലെ ആധുനികവൽക്കരണം. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ് പറയുന്നത്.
3 സ്വാശ്രയത്വം, 4 സമത്വം. ഇത്രയുമാണ് പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവയാണ്. ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ടുണ്ട്. അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. പഞ്ചവത്സര പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും ആസൂത്രണ കമ്മീഷനാണെന്ന് പറഞ്ഞു. ഈ പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നത് ആരാണ്? NDC ആണ്, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ആണ്, ദേശീയ വികസന സമിതി. എന്താണ്? ദേശീയ വികസന സമിതി അഥവാ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ആണ് പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നത്. ഈ ദേശീയ വികസന സമിതി സ്ഥാപിക്കപ്പെട്ടത് എന്നാണെന്ന് ചോദിക്കാറുണ്ട്. 1952 ഓഗസ്റ്റ് 6-നാണ്. 1952 ഓഗസ്റ്റ് 6-നാണ് ദേശീയ വികസന സമിതി സ്ഥാപിക്കപ്പെട്ടത്. NDCയുടെ അധ്യക്ഷൻ ആരാണ്? അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ദേശീയ വികസന സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി പഞ്ചവത്സര പദ്ധതി നമ്മൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? പഞ്ചവത്സര പദ്ധതി എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് USSRൽ നിന്നാണ്. USSRൽ നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പഞ്ചവത്സര പദ്ധതി ലോകത്ത് ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോസഫ് സ്റ്റാലിൻ ആണ്. ജോസഫ് സ്റ്റാലിനാണ് പഞ്ചവത്സര പദ്ധതി ലോകത്ത് ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഓരോന്നിനെയും കുറിച്ച് നമുക്ക് പഠിക്കണം. ആദ്യത്തേത് സാമ്പത്തിക വളർച്ച അഥവാ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ ചരക്കുകളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുവാനുള്ള രാജ്യത്തിന്റെ ശേഷിയുടെ വർധനവിനെയാണ് സാമ്പത്തിക വളർച്ച എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ചരക്കുകളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുവാനുള്ള രാജ്യത്തിന്റെ ശേഷി. ഓക്കെ, ചരക്കുകളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുവാനുള്ള രാജ്യത്തിന്റെ ശേഷി വർധനവിനെയാണ് സാമ്പത്തിക വളർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉൽപാദന സജ്ജമായ മൂലധനത്തിന്റെ വിപുല ശേഖരമോ ബാങ്കിംഗ്, ഗതാഗത സൗകര്യം തുടങ്ങിയ പിന്തുണ സംവിധാനങ്ങളുടെ വ്യാപ്തിയോ അല്ലെങ്കിൽ ഉൽപാദന സജ്ജമായ മൂലധനം, സേവനങ്ങൾ എന്നിവയുടെ കാര്യക്ഷമതയിൽ ഉണ്ടാവുന്ന വളർച്ചയോ ആണ് ഇത് കാണിക്കുന്നത്. സാമ്പത്തിക വളർച്ച എന്നതുകൊണ്ട് ഉൽപാദന സജ്ജമായ മൂലധനത്തിന്റെ വിപുല ശേഖരമോ ബാങ്കിംഗ്, ഗതാഗത സൗകര്യം തുടങ്ങിയ പിന്തുണാ സംവിധാനങ്ങളുടെ വ്യാപ്തിയോ അല്ലെങ്കിൽ ഉൽപാദന സജ്ജമായ മൂലധനം, സേവനങ്ങൾ എന്നിവയുടെ കാര്യക്ഷമതയിൽ ഉണ്ടാവുന്ന വളർച്ചയോ ആണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഒരു വർഷം ഒരു രാജ്യത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിപണി മൂല്യത്തെയാണ് എന്തെന്ന് പറയുന്നത്? GDP എന്ന് പറയുന്നത്. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. എന്താണ്? മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു വർഷം ഒരു രാജ്യത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിപണി മൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഈ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിൽ ഉണ്ടാവുന്ന സ്ഥിരതയുള്ള വളർച്ച സാമ്പത്തിക വളർച്ചയുടെ ഒരു നല്ല സൂചകമാണ്. ഒരു സമ്പദ്ഘടനയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം ലഭിക്കാവുന്നത് 3 മേഖലകളിൽ നിന്നാണ്. ഒരു സമ്പദ് വ്യവസ്ഥയുടെ GDP എന്ന് പറയുന്നത് കണക്കാക്കുന്നത് 3 മേഖലകളിൽ നിന്നാണ്. ഏതൊക്കെയാണ്? കാർഷിക മേഖല, 2 വ്യാവസായിക മേഖല, 3 സേവന മേഖല. കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല എന്നിങ്ങനെ 3 മേഖലകളിൽ നിന്നാണ് ഒരു സമ്പദ്ഘടനയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം ലഭ്യമാകുന്നത്. ഈ 3 മേഖലകളിൽ നിന്നുമുള്ള സംഭാവനയാണ് സമ്പദ്ഘടനയുടെ രൂപം നൽകുന്നത്. സമ്പദ്ഘടനയ്ക്ക് രൂപം നൽകുന്നത്. ചില രാജ്യങ്ങളിൽ കാർഷിക മേഖല മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ വളർച്ചയ്ക്ക് കൂടുതൽ സംഭാവന ചെയ്യുമ്പോൾ മറ്റു ചില രാജ്യങ്ങളിൽ സേവന മേഖലയ്ക്കായിരിക്കും മുൻതൂക്കം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെടുത്തിയിട്ട് അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത ലക്ഷ്യം എന്താണ്? ആധുനികവൽക്കരണം. അപ്പോൾ ആധുനികവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോഡേണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
പുത്തൻ സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നതിനെയാണ് ആധുനികവൽക്കരണം എന്ന് പറയുന്നത്. പരമ്പരാഗത സമൂഹത്തിൽ പുരുഷന്മാർ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകൾ വീട്ടിനുള്ളിൽ തന്നെ കഴിയാൻ നിർബന്ധിതരാകുന്നു. എന്നാൽ ആധുനിക സമൂഹം എങ്ങനെയാണ് സ്ത്രീകളുടെ കഴിവുകളെ ജോലിസ്ഥലങ്ങളിൽ പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുത്തൻ സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നതിനെ അറിയപ്പെടുന്നതാണ് ആധുനികവൽക്കരണം എന്ന് പറയുന്നത്. അടുത്ത ലക്ഷ്യം എന്തായിരുന്നു? സ്വാശ്രയത്വം അഥവാ സെൽഫ് റിലയൻസ് എന്ന് പറയുന്നത്. സെൽഫ് റിലയൻസ് എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിന് അതിൻ്റെ തന്നെ വിഭവങ്ങൾ ഉപയോഗിച്ചോ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത വിഭവങ്ങൾ ഉപയോഗിച്ചോ സാമ്പത്തിക വളർച്ചയും ആധുനികവൽക്കരണവും മെച്ചപ്പെടുത്താം. അപ്പോൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയത്വ സമീപനത്തിനാണ് ആദ്യ 7 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം നൽകിയത്. അതാണ് സെൽഫ് റിലയൻസ്. അതായത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക, അത് ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു സമീപനമാണ് സ്വാശ്രയത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് എന്താ? സമത്വം അഥവാ ഈക്വിറ്റി. അതായത് സാമ്പത്തിക അഭിവൃദ്ധിയുടെ നേട്ടങ്ങൾ സമ്പന്നരായ കുറച്ചുപേർ മാത്രം അനുഭവിക്കുന്നതിന് പകരം എന്ത് ചെയ്യണം? ദരിദ്ര വിഭാഗങ്ങൾക്കും കൂടെ ലഭ്യമാവുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതിനെയാണ് സമത്വം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എത്ര പഞ്ചവത്സര പദ്ധതികളുണ്ട്? 12 പഞ്ചവത്സര പദ്ധതികളുണ്ട്. പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് ഓരോന്നായിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എത്രയാ? 1951 മുതൽ 56 വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ആണ്. 1951 ഡിസംബർ 8-നാണ് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. എപ്പോഴാണ് അവതരിപ്പിച്ചത്? 1951 ഡിസംബർ 8-നാണ്. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1951 ഏപ്രിൽ 1-നാണ്. 1951 ഏപ്രിൽ 1-നാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ആദ്യത്തെ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയിൽ പ്രഥമ പരിഗണന ലഭിച്ചത് എന്തിനായിരുന്നു? കൃഷിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രഥമ പരിഗണന എന്ന് പറയുന്നത് കൃഷിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? കാർഷിക പദ്ധതി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. കൃഷിക്ക് പ്രഥമ പരിഗണന നൽകിയത് കൊണ്ട് തന്നെ കാർഷിക പദ്ധതി എന്നതാണ് അറിയപ്പെട്ടിരുന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖലകൾ ചോദിച്ചു കഴിഞ്ഞാൽ 1 കൃഷി, 2 ജലസേചനം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖലകൾ കൃഷിയും ജലസേചനവുമാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടിരുന്നത് ഏത് മാതൃക എന്നാണ് അറിയപ്പെട്ടിരുന്നത്? ഹരോൾഡ് ഡോമർ മാതൃക എന്ന പേരിലാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടിരുന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളിയാണ് ആര്? ഡോക്ടർ കെ.എൻ. രാജാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളി എന്ന് പറയുന്നത്. ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് രൂപം പ്രസിദ്ധീകരിച്ചത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1951 ഡിസംബറിലാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് രൂപം പ്രസിദ്ധീകരിച്ചത്. ഇനി ഇന്ത്യ ആദ്യ 2 ദശകങ്ങളിൽ സാവധാനം മുന്നേറണമെന്നും ദ്രുതഗതിയിലുള്ള വികസനം ജനാധിപത്യത്തെ അപകടത്തിലാക്കുമെന്നും വാദിച്ചത് ആരാണ്? കെ.എൻ. രാജാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളിയായ ഡോക്ടർ കെ.എൻ. രാജ് പറഞ്ഞ വാക്കുകളാണ്. എന്താ? ഇന്ത്യ 2 ദശകങ്ങളിൽ
ഇന്ത്യ 2 ദശകങ്ങളിൽ സാവധാനം മുന്നേറണമെന്നും ദ്രുതഗതിയിലുള്ള വികസനം ജനാധിപത്യത്തെ അപകടത്തിലാക്കുമെന്നും വാദിച്ചത് KN രാജ ആണ്. ഈ 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് കാർഷിക മേഖലയുടെ സമഗ്ര വികസനം എന്നുള്ളതാണ്. അതുപോലെ രാജ്യത്തെ ദാരിദ്ര്യ ചക്രത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നതുമാണ്. 1952 ഒക്ടോബർ 2 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം അതുപോലെ കുടുംബാസൂത്രണം ഇത് രണ്ടും ആവിഷ്കരിച്ചത് 1-ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, കുടുംബാസൂത്രണം എന്നിവ ആവിഷ്കരിച്ചത് 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത് 1-ാം പഞ്ചവത്സര പദ്ധതിയോട് അനുബന്ധിച്ചാണ് എന്നത് ഓർത്തിരിക്കുക. അതുപോലെ UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നിലവിൽ വന്നതും 1-ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ്. 1953 ഡിസംബർ 28 യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നിലവിൽ വരുന്നത്, UGC നിലവിൽ വരുന്നത് 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 5 IIT-കൾ നിലവിൽ വന്നത് 1-ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. 1-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ ഏതൊക്കെയാണ്? ഭക്രാനങ്കൽ അതുപോലെ ഹിരാക്കുഡ് എന്നീ അണക്കെട്ടുകൾ നിർമ്മിച്ചത് 1-ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. 1-ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എത്രയായിരുന്നു? 2.1 ആയിരുന്നു ലക്ഷ്യമിട്ടത്. എന്നാൽ നേടിയത് വളർച്ചാ നിരക്ക് എത്രത്തോളം ആണ് കൈവരിച്ചത്? 3.6% വളർച്ചാ നിരക്കാണ് കൈവരിച്ചത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ലക്ഷ്യം വെച്ചത് 2.1 കൈവരിച്ചത് 3.6%. ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിൽ ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. ഭൂപരിഷ്കരണത്തിന് പരിഗണന നൽകിയിരുന്നു. അടിസ്ഥാന ലക്ഷ്യങ്ങളായിരുന്ന ദാരിദ്ര്യ ചക്രത്തിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കുക, ദേശീയ വരുമാനം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ ഈ പദ്ധതി പൂർണ്ണമായി വിജയിച്ചിരുന്നില്ല എന്നത് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഭക്രാനങ്കൽ, ഹിരാക്കുഡ് എന്നീ അണക്കെട്ടുകൾ 1-ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ നിർമ്മിച്ചു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഭക്രാനങ്കൽ അണക്കെട്ടിന്റെ ഉദ്ഘാടന വേളയിൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞൊരു വേർഡ് ഉണ്ട്, അത് പഠിച്ചിരിക്കണം. SCERT-യിൽ കൊടുത്തിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു എന്താ പറഞ്ഞേ ഭക്രാനങ്കലിന്റെ ഉദ്ഘാടന സമയത്ത്? അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് അങ്ങനെ പറഞ്ഞത്. ഭക്രാനങ്കൽ അണക്കെട്ടിന്റെ ഉദ്ഘാടന വേളയിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 1-ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത് 2-ാം പഞ്ചവത്സര പദ്ധതി. 2-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1956 മുതൽ 61 വരെയാണ്. 2-ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് എന്തിനാണ്? വ്യവസായത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് 2-ാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ ഈ 2-ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടിരുന്നത് മഹലനോബിസ് മാതൃക എന്നാണ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മഹലനോബിസ് മാതൃക എന്ന പേരിലാണ് 2-ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടിരുന്നത്. 2-ാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? വ്യാവസായിക നയം. 1956 ആണ് 2-ാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാനം. ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1956 ആണ് 2-ാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാനം. അപ്പോൾ എന്താണ് ഈ വ്യാവസായിക നയം 1956 എന്നറിയണ്ടേ? സമ്പദ്ഘടനയിലെ അടിസ്ഥാന മേഖലകളെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തിനനുസൃതമായി പുതിയ വ്യാവസായിക നയം അംഗീകരിച്ച വർഷമാണ് 1956. സമ്പദ്ഘടനയിലെ അടിസ്ഥാന മേഖലകളെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തിനനുസൃതമായിട്ട് പുതിയ വ്യാവസായിക നയം അംഗീകരിച്ചതാണ് 1956. അപ്പോൾ 1956 നിലവിൽ വന്ന വ്യാവസായിക നയം വ്യവസായങ്ങളെ 3 ആയിട്ട് തരംതിരിച്ചിരുന്നു.
ഓക്കെ, 1956 നിലവിൽ വന്ന വ്യാവസായിക നയം വ്യവസായങ്ങളെ എത്രയായിട്ട് തരംതിരിച്ചു? 3 തരംതിരിച്ചു. ഏതൊക്കെയാണ്? 1, സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള വ്യവസായങ്ങൾ. 2, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കുന്ന വ്യവസായങ്ങൾ. 1 സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ളത്, 2 സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കുന്ന വ്യവസായങ്ങൾ, 3 അവശേഷിക്കുന്ന മറ്റ് തരത്തിലുള്ള വ്യവസായങ്ങൾ. അവശേഷിക്കുന്ന മറ്റ് തരത്തിലുള്ള സ്വകാര്യ വ്യവസായങ്ങൾ. ഇങ്ങനെ 3 വ്യാവസായിക നയം വ്യവസായങ്ങളെ തിരിച്ചിരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടുന്നത് 1956 വ്യാവസായിക നയപ്രമേയമാണ്. ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന 1956 വ്യാവസായിക നയപ്രമേയം. ഇനി 2ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ദേശീയ ഹൈവേ ആക്ട്, നാഷണൽ ഹൈവേ ആക്ട് 1956 നിലവിൽ വരുന്നത്. 2ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ദേശീയ ഹൈവേ ആക്ട് നിലവിൽ വരുന്നത്. സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശം ഉണ്ടായിരുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 2ാം പഞ്ചവത്സര പദ്ധതി. എന്താണ് ഉദ്ദേശം? സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കുക എന്നതായിരുന്നു 2ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. തൊഴിലില്ലായ്മ കുറയ്ക്കുക. ഓക്കെ, തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്ന മെയിൻ ലക്ഷ്യത്തോടു കൂടിയാണ് 2ാം പഞ്ചവത്സര പദ്ധതി വരുന്നത്. അപ്പോൾ തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 2ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഈ 2ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച പ്രധാനപ്പെട്ട വ്യവസായശാലകളാണ് 1 ഭിലായ്. എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ് ഭിലായ്. സഹായിച്ച രാജ്യം ആരാ? റഷ്യയുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഛത്തീസ്ഗഡിൽ ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാല വരുന്നത്. അടുത്തത് റൂർക്കേല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷയിൽ ജർമ്മനിയുടെ സഹായത്തോടു കൂടിയാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഭിലായ് അതുപോലെ റൂർക്കേല എന്നീ വ്യവസായശാലകൾ നിർമ്മിച്ചത് 2ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് എന്നത് ഓർത്തിരിക്കുക. ഈ 2ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4.5% ആണ്. കൈവരിച്ചത് എത്രയാണ്? 4.27% ആണ്. 4.27% ആണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു മഹലനോബിസ് മാതൃക എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് അദ്ദേഹമാണ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? PC മഹലനോബിസ് ആണ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം 1893 കൽക്കട്ടയിലാണ് ജനിച്ചത്. സാംഖ്യകം എന്ന വിഷയത്തിൽ നൽകിയ സംഭാവന അദ്ദേഹത്തെ അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനാക്കി. സാംഖ്യകം അഥവാ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന വിഷയത്തിൽ നൽകിയ അദ്ദേഹത്തിന്റെ സംഭാവന അദ്ദേഹത്തെ അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനാക്കി. ഇതെല്ലാം SCERT ഫാക്ട്സ് ആണ് കേട്ടോ. പ്രശസ്ത ശാസ്ത്രജ്ഞരുടെ സംഘടനയായ ബ്രിട്ടീഷ് റോയൽ സൊസൈറ്റിയിൽ മഹലനോബിസ് അംഗമായത് 1946 പ്രശസ്ത ശാസ്ത്രജ്ഞരുടെ സംഘടനയായിട്ടുള്ള ബ്രിട്ടീഷ് റോയൽ സൊസൈറ്റിയിൽ മഹലനോബിസ് അംഗമായത് എപ്പോഴാണ്? 1946 ലോകപ്രസിദ്ധനായ സ്ഥിതിവിവരശാസ്ത്ര നിപുണനാണ് അദ്ദേഹം. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനാണ്. സ്ഥാപകൻ എന്ന് പറയുന്നത് മഹലനോബിസ് ആണ്. പൊതുമേഖലയുടെ സജീവ പങ്കാളിത്തം, ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണം എന്നിവയുടെ വക്താവാണ് PC മഹലനോബിസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി സാധ്യമായ എല്ലാ ദിശകളിലും ത്വരിതഗതിയിൽ ഘടനാപരമായ പരിവർത്തനം കൊണ്ടുവരുന്നതിന് ഈ 2ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയിരുന്നു. 2ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വ്യവസായ വികസനത്തിനായി കൈക്കൊണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട നടപടികൾ എന്തൊക്കെയാണ്? 1, ആഭ്യന്തര വ്യവസായത്തെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇറക്കുമതിയുടെ മേൽ ഗവൺമെന്റ് വലിയ തോതിൽ നികുതി ചുമത്തി എന്നുള്ളത്.
രണ്ടാമത്തേത് ഇത് പൊതുമേഖലയും സ്വകാര്യ മേഖലയും സംരക്ഷിക്കുന്നതിന് വളരെയധികം സഹായിച്ചു. മൂന്നാമത് വ്യാവസായിക മേഖലയിലെ ഉയർന്ന നിക്ഷേപം വ്യാവസായിക വളർച്ചയെ ഉത്തേജിപ്പിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വ്യവസായ വികസനത്തിനായി കൈക്കൊണ്ട പ്രധാനപ്പെട്ട നടപടികൾ എന്ന് പറയുന്നത്. ഇനി വ്യാവസായിക മേഖലയിലെ ഉയർന്ന നിക്ഷേപം വ്യാവസായിക മേഖലയിൽ സൃഷ്ടിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഉയർന്ന നിക്ഷേപം കൊണ്ട് വ്യാവസായിക മേഖലയിൽ ഉണ്ടായ പ്രശ്നങ്ങളാണ് പറയുന്നത്. ഒന്ന്, സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ പിന്നോക്കമായിരുന്നതിനാൽ ആഗോള വിപണിയിൽ നിന്നും ഉയർന്ന വിലയ്ക്ക് സാങ്കേതിക വിദ്യ വാങ്ങേണ്ടതായിട്ട് വന്നു. ഇത് വിലപ്പെട്ട വിദേശ വിനിമയം നഷ്ടപ്പെടുന്നതിന് ഇടയാക്കി. ഇപ്പം സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ പിന്നോക്കമായിരുന്നു. അപ്പോൾ ആഗോള വിപണിയിൽ നിന്നും ഉയർന്ന വിലയ്ക്ക് എന്ത് വാങ്ങേണ്ടി വന്നു? സാങ്കേതിക വിദ്യ വാങ്ങേണ്ടതായിട്ട് വന്നു. ഇത് വിലപ്പെട്ട വിദേശ വിനിമയം നഷ്ടപ്പെടുത്തുന്നതിന് ഇടയാക്കി. രണ്ടാമത്തേത്, കൃഷിയേക്കാൾ കൂടുതൽ നിക്ഷേപം വ്യവസായ മേഖലയ്ക്ക് അനുവദിച്ചതിന്റെ ഫലമായി ഭക്ഷ്യ പ്രതിസന്ധിക്കുള്ള സാധ്യത കൂടുതലായിരുന്നു. കൃഷിക്കും വ്യവസായത്തിനും തുല്യ പരിഗണന നൽകുക എന്നത് ആസൂത്രകരെ സംബന്ധിച്ച് വിഷമകരമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെടുത്തി അറിഞ്ഞിരിക്കേണ്ടത്. അടുത്തത് മൂന്നാം പഞ്ചവത്സര പദ്ധതി. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1961 മുതൽ 66 വരെയാണ്. 1961 മുതൽ 66 വരെയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. ഇന്ത്യയിൽ ഭക്ഷ്യ ഉൽപാദനവും വ്യവസായ സ്വാശ്രയത്വവും നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഭക്ഷ്യ ഉൽപാദനവും എന്താണ് ലക്ഷ്യം? ഭക്ഷ്യ ഉൽപാദനവും വ്യവസായ സ്വാശ്രയത്വവും നേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് കോട്ടമുണ്ടാക്കിയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, 1962 ഇന്ത്യ ചൈന യുദ്ധം, 1962 ഇന്ത്യ ചൈന യുദ്ധം, അതുപോലെ 1965 ഇന്ത്യ പാക് യുദ്ധം എന്നിവയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് കോട്ടമുണ്ടാക്കിയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മൂന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പറയാനായിട്ടുള്ളത്. ഇനി 1961 മുതൽ 66 വരെയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. അപ്പോൾ ഇത്രയും നേരം നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ 5 വർഷമായിട്ട് പോയി. 51 മുതൽ 56 വരെ, 56 മുതൽ 61 വരെ, 61 മുതൽ 66 വരെ. ഇനിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം എന്താണ്? 1966 മുതൽ 1969 വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് പ്ലാൻ ഹോളിഡേ ആണ്. പ്ലാൻ ഹോളിഡേ ആണ് 1966 മുതൽ 69 വരെ. അപ്പോൾ ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ചത് എന്താണെന്ന് ചോദിച്ചെങ്കിൽ 1966 to 69 ആണ് ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത്. അപ്പോൾ അത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തെ തുടർന്നാണ് ഈ പ്ലാൻ ഹോളിഡേ വരുന്നത്. കാരണം ഇന്ത്യ ചൈന യുദ്ധവും ഇന്ത്യ പാക് യുദ്ധവും ഒക്കെ ഉണ്ടായി സാമ്പത്തിക ഭദ്രതയ്ക്ക് കോട്ടം തട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തെ തുടർന്നാണ് ഈ പ്ലാൻ ഹോളിഡേ വരുന്നത്. മൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം വന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടത് ഈ പ്ലാൻ ഹോളിഡേ കാരണമാണ്. അതായത് പ്ലാൻ ഹോളിഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടപ്പിലാക്കുന്ന എന്താണ്? വാർഷിക പദ്ധതികളാണ്. അപ്പം ഇവിടെ നടത്തിയ 3 വാർഷിക പദ്ധതികളിലൂടെയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം വന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടത്. ഈ പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച് വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി. ഓക്കെ, അടുത്തത് നാലാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ 1966 മുതൽ 69 വരെ എന്തായിരുന്നു? പ്ലാൻ ഹോളിഡേ ആയിരുന്നു. അപ്പോൾ 69 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 69 മുതൽ 74 വരെയാണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. നാലാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്?
ഇന്ദിരാഗാന്ധിയാണ്. 4ാം പഞ്ചവത്സര പദ്ധതി സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. 4ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകുന്നത് എന്തിനാ? ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിനാണ്. ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിനാണ് ഊന്നൽ നൽകിയത്. 4ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ദേശസാൽക്കരിച്ച ബാങ്കുകളുടെ എണ്ണം. അപ്പൊ ബാങ്ക് ദേശസാൽക്കരണം നടന്ന പഞ്ചവത്സര പദ്ധതിയാണ് 4ാം പഞ്ചവത്സര പദ്ധതി. എത്ര ബാങ്കുകളാണ്? 14 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. ഏത് ഗവൺമെന്റ്? ഇന്ദിരാഗാന്ധി ഗവൺമെന്റ്. അപ്പൊ 4ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് 14 ബാങ്കുകൾ എന്ത് ചെയ്യുന്നത്? ദേശസാൽക്കരിക്കുന്നത്. ഓക്കെ, ഇനി ഗാഡ്ഗിൽ മോഡൽ പദ്ധതി എന്ന് അറിയപ്പെടുന്നത് 4ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്നത് 4ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പോൾ ചില സമയത്ത് PSC പരീക്ഷകളിൽ PSCയുടെ ഉത്തരസൂചിക പ്രകാരം ഗാഡ്ഗിൽ യോജന 3ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണെന്നും പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ 4ാം പഞ്ചവത്സര പദ്ധതിയാണ് ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്നത്. PSCയുടെ ഉത്തരസൂചിക പ്രകാരം 3ാം പഞ്ചവത്സര പദ്ധതി എന്നതാണ് പറയുന്നത്. ഇനി 1971 ഇന്ത്യ പാക് യുദ്ധവും ബംഗ്ലാദേശിന്റെ രൂപീകരണവും നടന്നത് 4ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. എന്തൊക്കെയാണ്? 1971 ഇന്ത്യ പാക് യുദ്ധം, അതുപോലെ തന്നെ ബംഗ്ലാദേശിന്റെ രൂപീകരണം ഇത് രണ്ടും നടന്നത് 4ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് എന്നത് ഓർത്തിരിക്കുക. സാമ്പത്തികമായും സാങ്കേതിക നിക്ഷേപങ്ങളിലും സ്വാശ്രയത്വം നേടുക എന്നതായിരുന്നു 4ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഏതൊക്കെ മേഖലകളിലാണ്? സാമ്പത്തികമായും സാങ്കേതിക നിക്ഷേപങ്ങളിലും സ്വാശ്രയത്വം നേടുക എന്നതാണ് 4ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 4ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നടപ്പിലാക്കിയത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ്. ഈ 4ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എത്രയാണ്? 5.6% ലക്ഷ്യമിട്ടത്. എന്നാൽ കൈവരിച്ചത് 3.3%. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് 4ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളത്. അടുത്തത് 5ാം പഞ്ചവത്സര പദ്ധതി. 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1974 മുതൽ 78 വരെയാണ്. 1974 മുതൽ 78 വരെയാണ് 5ാം പഞ്ചവത്സര പദ്ധതി. 5ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. 5ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം. മറ്റ് ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് കാർഷിക വൃത്തിയിലും പ്രതിരോധ മേഖലയിലും സ്വാശ്രയത്വം നേടുക. 5ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് DP ധർ ആണ്. 5ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് ആരാണ്? DP ധർ ആണ്. വൈദ്യുത വിതരണ നിയമം ഭേദഗതി ചെയ്തത് 5ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. 1975 വൈദ്യുത വിതരണ നിയമം ഭേദഗതി ചെയ്തത്. വൈദ്യുത വിതരണ നിയമം ഭേദഗതി ചെയ്ത വർഷം 1975 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തമായ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തമായ മുദ്രാവാക്യമാണ് ഗരീബി ഹട്ടാവോ എന്ന് പറയുന്ന മുദ്രാവാക്യം. അത് 5ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചതും 5ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ്. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന് പറയുന്ന പദ്ധതി അതും 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ആരംഭിച്ചത്. കാർഷികോൽപാദനവും ജലവിതരണവും ലക്ഷ്യമാക്കിക്കൊണ്ട് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് ആരംഭിച്ച പദ്ധതി എന്ന് പറയുന്നത് ഏതാണ്? പഞ്ചവത്സര പദ്ധതിയാണ്. കാർഷികോൽപാദനവും ജലവിതരണവും ലക്ഷ്യമാക്കിക്കൊണ്ട് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പദ്ധതി ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 5ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ 20 ദിന പരിപാടികൾ ആരംഭിച്ചത് 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. 1975 ആരാണ് ആരംഭിച്ചത്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയിൽ 20 ദിന പരിപാടികൾ ആരംഭിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. വർഷം 1975 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്.
അതുപോലെ തന്നെ ICDS സംയോജിത ശിശു വികസന സേവന പദ്ധതി നിലവിൽ വന്നതും 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. 1975 ഒക്ടോബർ 2-ന് 1975 ഒക്ടോബർ 2-നാണ് ICDS നിലവിൽ വന്നത്. മൊറാർജി ദേശായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതോട് കൂടിയിട്ട് 5ാം പഞ്ചവത്സര പദ്ധതി എന്ത് ചെയ്തു? നിർത്തിവെച്ചു. അപ്പോൾ 74 മുതൽ 78 വരെയാണ്. എന്തുകൊണ്ടാണ്? ശരിക്കും പറഞ്ഞാൽ 5 വർഷമാണ്. അപ്പോൾ ഇവിടെ 79 വരെയാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ 78-ൽ വെച്ചിട്ട് നിർത്തിവെച്ചു. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഒരു വർഷമുണ്ട് അല്ലേ. അപ്പോൾ കാലാവധി പൂർത്തിയായിട്ടില്ല. അപ്പോൾ കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതിയാണ് ഏത്? 5ാം പഞ്ചവത്സര പദ്ധതി. കാലാവധി പൂർത്തിയാക്കിയിട്ടില്ല. അപ്പോൾ അവിടെ ഒരു വർഷത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ 78 വെച്ച് നിർത്തി. പിന്നെ 79, 80. അപ്പോൾ 6ാം പഞ്ചവത്സര പദ്ധതി തുടങ്ങുന്നത് 80-ലാണ്. അപ്പോൾ ആ ഇടയ്ക്ക് വരുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. എന്താണ് റോളിംഗ് പ്ലാൻ? എവിടെ മുതലാ? 1978 മുതൽ 80 വരെയുള്ളതാണ് റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. ഈ റോളിംഗ് പ്ലാനിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. 1978 മുതൽ 80 വരെയാണ്. റോളിംഗ് പ്ലാൻ എന്ന് പറയുന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ഗുണ്ണാർ മിർദാലാണ് റോളിംഗ് പ്ലാൻ എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. ഈ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് ഏത് ഗവൺമെന്റ് ആണ്? മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെന്റ് ആണ് നടപ്പിലാക്കിയത്. ജനതാ ഗവൺമെന്റ് ആണ് റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് എന്നതും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ 5ാം പഞ്ചവത്സര പദ്ധതി ഓക്കെ ആയിട്ടുണ്ട്. അടുത്തത് 6ാം പഞ്ചവത്സര പദ്ധതി. 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1980 മുതൽ 85 വരെയാണ്. 1978 മുതൽ 80 വരെ റോളിംഗ് പ്ലാൻ ആണെന്ന് പറഞ്ഞു. 80 മുതൽ 85 വരെയാണ് 6ാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ 6ാം പഞ്ചവത്സര പദ്ധതി പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത് എന്തൊക്കെയാണ്? ദാരിദ്ര്യ നിർമാർജനം, അതുപോലെ സാങ്കേതിക വിദ്യ നവീകരിക്കുക, പട്ടിണി നിരക്ക് കുറയ്ക്കുക, ജനസംഖ്യാ വളർച്ച നിയന്ത്രണം. ഇതൊക്കെയാണ് 6ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ദാരിദ്ര്യ നിർമാർജനം, സാങ്കേതിക വിദ്യ നവീകരിക്കുക, പട്ടിണി നിരക്ക് കുറയ്ക്കുക, ജനസംഖ്യാ വളർച്ച നിയന്ത്രണം. ഇതൊക്കെയാണ് 6ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇനി 6ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് NREP നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, അതുപോലെ തന്നെ RLEGP എന്താ? റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, അതുപോലെ IRDP ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നിവ നടപ്പിലാക്കിയത് 6ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, അതുപോലെ റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഇത്രയും പ്രോഗ്രാമുകൾ നടപ്പിലാക്കിയത് 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. ഇനി DWCRA എന്താണ്? ഡെവലപ്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഇൻ റൂറൽ ഏരിയാസ് ആരംഭിച്ചത് 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് എന്നത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് 6ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയിട്ട് അറിഞ്ഞിരിക്കാനുള്ളൂ. കാലഘട്ടം, അതിൻ്റെ ലക്ഷ്യങ്ങൾ, അതുപോലെ പദ്ധതികൾ ഏതൊക്കെയാണ്? NREP, RLEGP, IRDP, DWCRA. ഇത്രയും പദ്ധതികൾ 6ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് വന്നത് എന്നത് ഓർത്തിരിക്കുക. അടുത്തത് 7ാം പഞ്ചവത്സര പദ്ധതി. 7ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1985 മുതൽ 1990 വരെയാണ് 7ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. 7ാം പഞ്ചവത്സര പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? രാജീവ് ഗാന്ധി ആയിരുന്നു. 7ാം പഞ്ചവത്സര പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ പ്രധാനമന്ത്രി. അപ്പോൾ 7ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? 1. ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം ത്വരിതപ്പെടുത്തുക എന്നുള്ളത്. 2. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതും ലക്ഷ്യമാണ്. ഇനി NREP നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, NREP അതുപോലെ തന്നെ RLEGP
ഈ NREP നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമും RLEGP റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ഇത് രണ്ടും കൂടെ ലയിപ്പിച്ചുകൊണ്ട് എന്ത് ഫോം ചെയ്തു? JRY ജവഹർ റോസ്ഗാർ യോജന. ജവഹർ റോസ്ഗാർ യോജന നടപ്പിലാക്കി. ഏത് വർഷമാണ്? 1989 ഏപ്രിൽ 1 ഓക്കെ. അപ്പോൾ NREPയും RLEGPയും കൂടെ യോജിപ്പിച്ച് JRY രൂപീകരിച്ചു. എന്താണിത്? NREP നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമും RLEGP റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാമും കൂടെ ലയിപ്പിച്ച JRY അതായത് ജവഹർ റോസ്ഗാർ യോജന നടപ്പിലാക്കി 1989 ഏപ്രിൽ 1 എന്നുള്ളത് ഓർത്തിരിക്കുക. ഇന്ത്യക്ക് വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ പുരോഗതി കൈവരിക്കാൻ സാധിച്ച പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 7ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇന്ത്യക്ക് വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ പുരോഗതി കൈവരിക്കാൻ സാധിച്ചത് 7ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഈ വാർത്താവിനിമയ രംഗത്ത് പുരോഗതി കൈവരിക്കാൻ നേതൃത്വം കൊടുത്ത സാങ്കേതിക ഉപദേഷ്ടാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാം പിത്രോഡയാണ് കേട്ടോ. സാം പിത്രോഡയാണ് വാർത്താവിനിമയ രംഗത്ത് പുരോഗതി കൈവരിക്കാൻ നേതൃത്വം കൊടുത്ത സാങ്കേതിക ഉപദേഷ്ടാവ് എന്ന് പറയുന്നത്. അപ്പോൾ 1985 മുതൽ 90 വരെയാണ് 7ാം പഞ്ചവത്സര പദ്ധതി. ഇത് കഴിഞ്ഞിട്ട് 90 മുതലുണ്ടല്ലോ 1990 to 92 വരെ എന്ന് പറയുന്നത് എന്താണ്? വാർഷിക പദ്ധതിയാണ് നടപ്പിലാക്കിയത്. 1990 മുതൽ 92 വരെ വാർഷിക പദ്ധതി. അപ്പോൾ 7ാം പഞ്ചവത്സര പദ്ധതിക്കും 8ാം പഞ്ചവത്സര പദ്ധതിക്കും ഇടയിലാണ് എന്ത് നടപ്പിലാക്കിയത്? വാർഷിക പദ്ധതി നടപ്പിലാക്കിയത്. നമ്മൾ നേരത്തെ റോളിംഗ് പ്ലാൻ പറഞ്ഞു അല്ലേ? റോളിംഗ് പ്ലാൻ പറഞ്ഞു, പ്ലാൻ ഹോളിഡേ പറഞ്ഞു. അതൊക്കെ ഏത് പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞിട്ടാണ് എന്നുള്ളത്, ഏതിൻ്റെയൊക്കെ ഇടയ്ക്കാണ് എന്നുള്ളത് ഓർത്തിരിക്കണം കേട്ടോ. പ്ലാൻ ഹോളിഡേ വന്നത് 3ാം പഞ്ചവത്സര പദ്ധതിക്കും 4ാം പഞ്ചവത്സര പദ്ധതിക്കും ഇടയ്ക്കാണ്. റോളിംഗ് പ്ലാൻ വന്നത് 5ാം പഞ്ചവത്സര പദ്ധതിക്കും 6ാം പഞ്ചവത്സര പദ്ധതിക്കും ഇടയ്ക്കാണ്. ഇപ്പോൾ വാർഷിക പദ്ധതി വന്നത് 7ാം പഞ്ചവത്സര പദ്ധതിക്കും 8ാം പഞ്ചവത്സര പദ്ധതിക്കും ഇടയിലാണ് എന്നത് ഓർത്തിരിക്കുക. അപ്പോൾ 1990 മുതൽ 92 വരെയാണ് വാർഷിക പദ്ധതി, ആനുവൽ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ നരസിംഹറാവു ഗവൺമെന്റ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കിയത് ഈ കാലയളവിലാണ് എന്നത് ഓർത്തിരിക്കുക. നരസിംഹറാവു ഗവൺമെന്റ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കിയത് ഈ ഒരു കാലയളവിലാണ്. ഇന്ത്യയുടെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? 1 ഉദാരവൽക്കരണം, 2 സ്വകാര്യവൽക്കരണം, 3 ആഗോളവൽക്കരണം. അപ്പോൾ പുത്തൻ സാമ്പത്തിക പരിഷ്കരണം നയത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. അപ്പോൾ ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? PV നരസിംഹറാവു ആണ് ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഈ സമയത്ത് വാർഷിക പദ്ധതി നടപ്പിലാക്കുമ്പോഴുള്ള സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആയിരുന്നു എന്നത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ വാർഷിക പദ്ധതി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് 8ാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ 90 മുതൽ 92 വരെയാണ് വാർഷിക പദ്ധതി എന്ന് പറഞ്ഞു. 1992 മുതൽ 1997 വരെയാണ് 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ 8ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1992 97 വരെ. മൻമോഹൻ മോഡൽ എന്ന് അറിയപ്പെടുന്നത് 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന നടപ്പിലാക്കിയത് പഞ്ചവത്സര പദ്ധതി ഏതാണ്? 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് 8ാം പഞ്ചവത്സര പദ്ധതി. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മാനുഷിക വികസനം അഥവാ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്നുള്ളതാണ് 8ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. ഇന്ത്യ ലോകവ്യാപാര സംഘടനയിൽ അംഗമായത് 8ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ഇന്ത്യ ലോകവ്യാപാര സംഘടനയിൽ WTOയിൽ അംഗമായത് 8ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നതും പഞ്ചായത്ത് രാജ്
നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ് എന്നിവ നിലവിൽ വന്നത് 8ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. 8ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എത്രയാണ്? 5.6% ലക്ഷ്യമിട്ടത്. കൈവരിച്ചത് 6.8%. കൈവരിച്ചത് എത്രയാണ്? 6.8%. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്തത് 9ാം പഞ്ചവത്സര പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1997 മുതൽ 2002 വരെയാണ്. 1997 മുതൽ 2002 വരെയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ 50ാം വർഷം തികഞ്ഞപ്പോൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ 50ാം പറയുമ്പോൾ ഒരുപോലെ ഇല്ലേ? അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ 50ാം വർഷം തികഞ്ഞപ്പോൾ ആരംഭിച്ചത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത്, ജനകീയ പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. അതുപോലെ സ്ത്രീ ശാക്തീകരണം, സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. എന്നാൽ ചിലപ്പോൾ PSC പരീക്ഷകൾക്ക് 9ാം പഞ്ചവത്സര പദ്ധതിയും അതുപോലെ 10ാം പഞ്ചവത്സര പദ്ധതിയും എന്തായിട്ട് കൊടുത്തിട്ടുണ്ട്? സ്ത്രീ ശാക്തീകരണം എന്നത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 10ാം പഞ്ചവത്സര പദ്ധതിക്ക് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെങ്ങനെയാണ്? 2001 സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ പ്രകാരം സ്ത്രീ ശാക്തീകരണം മുഖ്യ വിഷയമായിട്ട് എടുത്തിരുന്നു എന്നുള്ളത് ശരിയാണ് 10ാം പഞ്ചവത്സര പദ്ധതിക്ക്. അപ്പോൾ രണ്ടും ഓർത്തിരിക്കുക. 9ാം പഞ്ചവത്സര പദ്ധതിയാണ് യഥാർത്ഥത്തിൽ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി. PSCയുടെ ആൻസർ പ്രകാരം 10 എന്നും കൊടുക്കാറുണ്ട്, അത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത് 9ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്. കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത് 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനി ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് 2ാം ആണവ പരീക്ഷണം ഇന്ത്യയിൽ നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2ാം ആണവ പരീക്ഷണം ഇന്ത്യയിൽ നടന്നത് 9ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ഗ്രാമീണ വികസനവും, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ലക്ഷ്യം ചോദിക്കുമ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളത്. ഗ്രാമീണ വികസനവും അതുപോലെ വികേന്ദ്രീകൃത ആസൂത്രണവുമാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. 9ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട അത് എത്ര ശതമാനമാണ് വളർച്ച? 6.5% ലക്ഷ്യമിട്ടത്. കൈവരിച്ചത് 5.4%. കൈവരിച്ച വളർച്ചാ നിരക്ക് എത്രയാണ്? 5.4% എന്നത് ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് 10ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം എത്രയാണ്? 2002 മുതൽ 2007 വരെയാണ് 10ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. അപ്പോൾ പറഞ്ഞു സ്ത്രീ ശാക്തീകരണത്തിന്റെ കാര്യം പറഞ്ഞില്ലേ നമ്മൾ. അപ്പോൾ ഇന്ത്യയുടെ 10ാം പഞ്ചവത്സര പദ്ധതിയിൽ സ്ത്രീ ശാക്തീകരണം മുഖ്യ വിഷയമായിട്ട് എടുത്തിരുന്നു. അതിന് കാരണം എന്താണ്? 2001 സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ അനുസരിച്ചിട്ടാണ്. 2001 സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ പ്രകാരം സ്ത്രീ ശാക്തീകരണം മുഖ്യ വിഷയമായിട്ട് എടുത്തിരുന്നു. 10ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ആദായകരമായതും ഗുണമേന്മയുള്ളതുമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. ആദായകരമായതും അതുപോലെ ഗുണമേന്മയുള്ളതുമായിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. വർഷം തോറും 8% GDP വളർച്ചാ നിരക്ക് കൈവരിക്കുക. വർഷം തോറും 8% GDP വളർച്ചാ നിരക്ക് കൈവരിക്കുക. ഇനി 10ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടിരുന്ന പേരാണ് കേരള മോഡൽ വികസന പദ്ധതി. കേരള മോഡൽ വികസന പദ്ധതി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഈ 10ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 8.1% ലക്ഷ്യമിട്ടത്. കൈവരിച്ചത് 7.7%. കൈവരിച്ചത് 7.7%. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്തത് 11ാം പഞ്ചവത്സര പദ്ധതി. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 2007 മുതൽ 2012 വരെയാണ്. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്?
ഇൻക്ലൂസീവ് ഗ്രോത്ത് ഒരുപാട് തവണ PSCക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇൻക്ലൂസീവ് ഗ്രോത്ത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പഞ്ചവത്സര പദ്ധതി ഏതാണ്? അതായത് മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പഞ്ചവത്സര പദ്ധതിയാണ് എന്ത്? 11ാം പഞ്ചവത്സര പദ്ധതി. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ആധാർ പദ്ധതി നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതിയാണ് 11ാം പഞ്ചവത്സര പദ്ധതി. ആധാർ പദ്ധതി നിലവിൽ വന്നത് 11ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. 11ാം പഞ്ചവത്സര പദ്ധതി കൈവരിച്ച വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 8%. 8%. അപ്പോൾ 7.9 എന്നും കാണാറുണ്ട് കേട്ടോ. 7.9% അഥവാ 8% കൈവരിച്ച വളർച്ചാ നിരക്ക്. അപ്പോൾ ഏറ്റവും കൂടുതൽ ശരാശരി വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഏറ്റവും കൂടുതൽ വളർച്ചാ നിരക്ക് കൈവരിച്ചിട്ടുള്ള പദ്ധതിയാണ് 11ാം പഞ്ചവത്സര പദ്ധതി എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി 12ാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ചാണ് നോക്കുന്നത്. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 2012 മുതൽ 2017 വരെയാണ്. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം എന്താണ്? സുസ്ഥിര വികസനമാണ് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. 2012 ഡിസംബർ 7 ദേശീയ വികസന സമിതി അംഗീകരിച്ച വളർച്ചാ നിരക്ക് 8%. 2012 ഡിസംബർ 27 NDC ദേശീയ വികസന സമിതി നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അംഗീകരിച്ച വളർച്ചാ നിരക്കാണ് 8%. കാർഷിക മേഖലയിലെ പ്രതീക്ഷിത വളർച്ചാ നിരക്ക് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4%. കാർഷിക മേഖലയിലെ പ്രതീക്ഷിത വളർച്ചാ നിരക്ക് എത്രയാണ്? 4%. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ച് മാക്സിമം പറയേണ്ട എല്ലാ പോയിന്റ്സും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ലക്ഷ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. 2ാം പഞ്ചവത്സര പദ്ധതിയുടേത് വ്യാവസായിക വികസനം. 3ാം പഞ്ചവത്സര പദ്ധതിയുടേത് ഭക്ഷ്യ സ്വയം പര്യാപ്തത, അതുപോലെ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം സ്ഥിരതയോടുകൂടിയ വളർച്ച. 5ാം പഞ്ചവത്സര പദ്ധതിയുടേത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 6ാം പഞ്ചവത്സര പദ്ധതിയുടേത് കാർഷിക വ്യാവസായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. 7ാം പഞ്ചവത്സര പദ്ധതിയുടേത് ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. 8ാം പഞ്ചവത്സര പദ്ധതിയുടേത് മാനവശേഷി വികസനം. 9ാം പഞ്ചവത്സര പദ്ധതിയുടേത് ഗ്രാമീണ വികസനം, വികേന്ദ്രീകൃത ആസൂത്രണവും. 10ാം പഞ്ചവത്സര പദ്ധതിയുടേത് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. 11 മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. 12 സുസ്ഥിര വികസനം. അപ്പോൾ ഈ പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളും കാലയളവുമായിട്ട് SCERT ടെക്സ്റ്റ് ബുക്കിൽ നമുക്കൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടേബിൾ വെച്ച് നിങ്ങളത് പഠിക്കുക കേട്ടോ.